കീക്കോ, നീ പറഞ്ഞാൽ ഞാൻ എന്റെ മിനി റോക്കറ്റ് വെച്ച് ആ കാർ അങ്ങ് തകർക്കട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, ആ കാറിന്റെ ഡിക്കിക്കകത്ത് താനിയ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ട ഫോർമുല 192 ആണ്. കൂൾ ഐഡിയ ബ്രോ. ഞാൻ ഇപ്പൊ തന്നെ ഫോർമുല 192 ആക്ടിവേറ്റ് ചെയ്തേക്കാം. ആ വണ്ടിയുടെ ടയർ ഞാൻ പഞ്ചറാക്കിയേക്കാം. ഡോക്ടർ ഖുറാന, നിങ്ങളുടെ ഈ സോളാർ പ്ലാന്റിന്റെ മോഡൽ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ, മിസ്റ്റർ മേത്തയുടെ മുൻപിൽ നമ്മുടെ അഭിമാനമെല്ലാം സാമ്പാർ ചട്നിയാകാതെ ഇരുന്നാ മതി. ഡോണ്ട് വെറി, മിസ്റ്റർ മേത്ത എങ്ങോട്ട് വരട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ അദ്ദേഹത്തിന് ഈ പ്ലാന്റിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. വാവ് ഖുറാന അങ്കിൾ, നിങ്ങൾ ഈ മോഡൽ വളരെ ആക്യുറേറ്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. ഒരു വാർഡിൽ പറയണമെങ്കിൽ ബ്രില്യന്റ്. താങ്ക് യു കീക്കോ ആൻഡ് ട്വിങ്കിൾ. ബ്രില്യന്റിനെക്കാളും ഒരുപാട് ബ്രില്യന്റ്, സൂപ്പർ ഡൂപ്പർ ബ്രില്യന്റ്. എന്തായാലും ഞാൻ കുറച്ച് ബ്രില്യന്റ് ആയ കാൻഡീസ് കഴിച്ചോട്ടെ. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവാത്തത്, ഈ സാധനം എന്തിന്റെ മോഡലാ? ടോണി, ഇതൊരു സോളാർ പ്ലാന്റിന്റെ മോഡലാ. ഈ പ്ലാന്റ് വർക്കാവാൻ തുടങ്ങിയ സൺസിറ്റി മൊത്തം സണ്ണിന്റെ ലൈറ്റ് വെച്ച് സോളാർ പവറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് അറിയാം. ഈ കാര്യം നിനക്ക് അറിയാമോ ഇല്ലെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചതാ. കങ്കാരുവിന്റെ കുട്ടി ഓപ്പൺ മൈതാനത്തിൽ ചാടി ചാടി കളിക്കാറുണ്ട്. ടോണി ബോസ് ഏത് നേരത്തും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആരും ഒരു കുറുമ്പും ചെയ്യരുത്. ഇത് കണ്ടോ, മിസ്റ്റർ മെഹ്ത്ത എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന് നമ്മുടെ സോളാർ പ്ലാന്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ടോട്ടൽ പൈസയും അദ്ദേഹം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വാക്ക് തന്നിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഇങ്ങോട്ട് ഒരുപാട് കാർസ് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഡോഡോ, മിസ്റ്റർ മേത്ത ഒരു വലിയ ബിസിനസ് മാനാ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അവരെ വിട്ടേക്ക് ഗാർഡ്സ്, അവരെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. മിസ്റ്റർ മെഹ്ത്ത, നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ? ഫിറ്റ് ആൻഡ് ഫൈൻ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അയ്യോ, ഞങ്ങളൊക്കെ ഫൈൻ ആണേ, പക്ഷെ ഫിറ്റ് അല്ല. ചുരുക്കത്ത് പറയണെങ്കിൽ ഞങ്ങൾ എല്ലാവരും തടിച്ചു കൊഴുത്ത് ഫ്ലാറ്റ് ആയിരിക്കുക. അല്ല, ആ ചേച്ചി ആരാ? അവര് താനിയ ചേച്ചിയാണ്, മെഹ്ത്ത അങ്കിളിന്റെ മോളാണ്. പക്ഷേ അവളെന്താ ആകെ ടെൻഷനിലാണല്ലോ. ഒരുപക്ഷെ എക്സാമിനെ കുറിച്ചുള്ള ടോണി ടെൻഷനിലായിരിക്കും. ബോസ്, എല്ലാവരെയും നിങ്ങളെ പോലെ വിചാരിക്കരുത്. ഹലോ താനിയ മോളെ, നിനക്ക് സുഖാണല്ലോ അല്ലേ? താനിയ മോള് ഇന്നാകെ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അവൾ ആദ്യമായിട്ട് നിങ്ങളൊക്കെ കാണുകയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. മോളെ, അങ്കിളിന് ഹലോ പറയൂ. പ്രശ്നമൊന്നുമില്ല, അത് കാര്യാക്കണ്ട. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്പൊ ഹലോ പറഞ്ഞാ മതി. വരൂ, ഞാൻ നിങ്ങൾക്ക് സോളാർ പ്ലാന്റിന്റെ മോഡൽ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സോളാർ പ്ലാൻ. മമ്മി, ഈ ഡ്രോൺ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നത്? ഓ, ഒരു പക്ഷേ അതിനകത്ത് ബോംബ് വലുതുമുണ്ടോ? ഒരു മിനിറ്റ് നിക്ക്, ആരും ഫയർ ചെയ്യണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. ഇതൊരു സാധാരണ ഡ്രോൺ ആണ്, പക്ഷേ ഇതെവിടുന്നാ ഇങ്ങോട്ട് വന്നത്?
താനിയ എവിടെ പോയി? യേ, ഹാ, ഹാ. മമ്മി, ഒരുപക്ഷെ താനിയ മോൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കാണുമോ? ആ, അല്ല മേയർ അങ്കിൾ, ഒരുപക്ഷെ താനിയ ചേച്ചിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലോ? അപ്പൊ എന്റെ R7 തീർച്ചയായിട്ടും ബ്ലിങ്ക് ആവും. എന്നാ പിന്നെ താനിയ എവിടെ ഉള്ളത്? ഈഷ്, വരൂ, നമ്മൾ എല്ലാവർക്കും ഒത്തുചേർന്ന് താനിയെ കണ്ടുപിടിക്കാം. ഒരു അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ. ഓക്കേ താന്യ, ഞങ്ങൾ സ്റ്റോപ്പിൽ തന്നെ ഉണ്ട്. കഴിയുന്നത്ര വേഗം നീ ഇങ്ങോട്ട് വന്നേക്ക്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്? എവിടെയെങ്കിലും അർജന്റായിട്ട് എത്താനുണ്ടോ? അതെ അങ്കിൾ, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയി ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ ഫ്രണ്ട്സ് എല്ലാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെന്താ, തീർച്ചയായിട്ടും. ജനങ്ങളെ ശരിക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത് എന്റെ ജോലിയാണ്. വാ, വന്ന് കേറിയിരിക്കേ. താങ്ക് യു അങ്കിൾ. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാ താനിയ ചേച്ചിക്ക് എന്തോ അപകടമുണ്ട്. ഈഷ്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിക്കോ, ഇപ്പൊ എല്ലാം നിന്റെ കയ്യിലാണുള്ളത്. കിക്കോ, പ്ലീസ് എന്റെ താനിയ മോളെ രക്ഷപ്പെടുത്തി എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഡോണ്ട് വറി അങ്കിൾ, ഞാൻ വാക്ക് തരുന്നു. താനിയ ചേച്ചിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്കിൾ, കീക്കോ ഇപ്പൊ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇപ്പൊ 2 വാക്കിൽ പറയണമെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. മേയർ അങ്കിൾ, നിങ്ങൾ ചട്പട്ട് അങ്കിളിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയൂ സൺസിറ്റി റോഡ്സിൽ ബ്ലോക്കേഡ് ചെയ്യാൻ. അപ്പോഴേക്കും ഞാൻ താനിയ ചേച്ചിയെ കണ്ടെത്താം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, മേത്ത അങ്കിളിന്റെ മോള് താനിയ ചേച്ചിക്ക് എന്തോ അപകടം ഉണ്ടെന്ന് തോന്നുന്നു. R7 നോർത്ത് ഡയറക്ഷനിലേക്കാണ് സിഗ്നൽ കാണിക്കുന്നത്. വേഗം ചെല്ല്. ഷുവർ ബ്രോ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസെറ്റിലുള്ള ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ ചെന്ന് സൺസിറ്റിയിലെ എല്ലാ സ്ഥലവും തേടി നോക്ക്. താനിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ. ഓ നോ അങ്കിൾ, പ്ലീസ് കാർ ഒന്ന് നിർത്തോ. ഓക്കെ, പക്ഷെ എന്താ പറ്റിയത്? ദേ, അത് കണ്ടോ, അവിടെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ അച്ഛനോട് പറയാതെ ഓടി വന്നതാ. എങ്കിലേ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം പിക്നിക്കിന് പോവാൻ പറ്റൂ. പക്ഷേ നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് ഓടുന്നത്? നീ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിന് മുമ്പ് അച്ഛന്റെ പെർമിഷൻ വാങ്ങിക്കേണ്ടതായിരുന്നു. അതിന് കാരണമുണ്ട്. അദ്ദേഹം എന്നെ ഒരിക്കലും എവിടെയും തനിച്ചു പോകാൻ സമ്മതിക്കില്ല. ഓരോ നിമിഷം ഗാർഡ്സ് എന്റെ കൂടെ ഉണ്ടാവും. എന്റെ അച്ഛൻ വലിയൊരു ബിസിനസ് മാനാ. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പേടിച്ചാ ജീവിക്കുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാലോ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് ആരും അറിയാതെ ഓടിപ്പോയിട്ട് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ട്രിപ്പ് പോവാ. പക്ഷേ താനിയ, നീ നിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് അനുസരിക്കണം മോളെ. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിപ്പോകുന്ന കാര്യമുണ്ടല്ലോ, അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ? കിഡ്നാപ്പർ ആണ് ഞാൻ. ആരെയും തട്ടിക്കൊണ്ട് പോകും. എനിക്ക് നിന്റെ പേര് മാത്രമല്ല, മുഴുവൻ ജാതകവും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ദിവസമായിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തിന്? ശരിക്കും ഒരു ചാൻസ് കിട്ടുമ്പോ നിന്നെ തട്ടിക്കൊണ്ടുപോവാന്ന് വിചാരിച്ചിരുന്നു. നിനക്ക് പകരം നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങാന്ന് ആഗ്രഹിച്ചിരുന്നത്.
വെള്ളത്തിൽ കലർന്ന ലൈമിനെ സർബത്ത് എന്ന് പറയും. കിഡ്നാപ്പിംഗ് ചെയ്തവനെ കണ്ടുപിടിച്ചാൽ അവനെ ജാറ്റ്പട്ട് എന്ന് പറയും. ഗാലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ പറഞ്ഞത്. ഞാൻ ഇതൊന്നും ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. കയ്യിൽ വിരലുണ്ട്, വിരലിൽ പാമ്പിന്റെ മോതിരമുണ്ട്. ആരാ ഞങ്ങളെ കുട്ടിയെ എങ്ങനെ കടത്തിക്കൊണ്ടു പോയത്? എന്ന് വെച്ചാൽ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ ഈ വഴിക്ക് വരുന്ന വണ്ടികളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെക്ക് ചെയ്തോളൂ. ജെറ്റ്പട്ട് സാറിന്റെ വർക്കിംഗ് സ്റ്റൈൽ ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാനാ നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഈ കാറിനകത്ത് ആരുമില്ല സാറേ. തുരുത്തു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്തിട്ട് പറന്നങ്ങ് പോകും. ഗുഡ് മോർണിംഗ് അങ്കിൾ. സോറി പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തേന്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഒരാളെ തേടിക്കൊണ്ടിരിക്കുക. ഓക്കെ ചെക്ക് ചെയ്തോ. എന്റെ കാറിൽ ഞാനല്ലാതെ മറ്റാരുമില്ലാന്നേ. കാറിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. പക്ഷെ R7 ഇപ്പോഴും ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ഡിക്കിക്കകത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അങ്കിൾ, ഞാൻ ആ ഡിക്കി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. വൈ നോട്ട്? ഷുവർ. ഞാൻ ഇവിടുന്ന് ഡിക്കി ഓപ്പൺ ചെയ്തേക്കാം. നീ ചെന്ന് ചെക്ക് ചെയ്യ്. തുരുത്തു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്തിട്ട് പറന്നങ്ങ് പോകും. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 79 അപ്ലൈ ചെയ്തിട്ട് നിന്നെ സ്വയം ഓട്ടോ റിപ്പയർ മോഡിലിട്ടേക്ക്. എന്നിട്ട് ആ കിഡ്നാപ്പറെ ഫോളോ ചെയ്യേ. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 79. കീക്കോ, നീ പറഞ്ഞാൽ ഞാൻ എന്റെ മിനി റോക്കറ്റ് വെച്ച് ആ കാർ അങ്ങ് തകർക്കട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, ആ കാറിന്റെ ഡിക്കിക്കകത്ത് താനിയ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ട ഫോർമുല 192 ആണ്. കൂൾ ഐഡിയ ബ്രോ. ഞാൻ ഇപ്പൊ തന്നെ ഫോർമുല 192 ആക്ടിവേറ്റ് ചെയ്തേക്കാം. ആ വണ്ടിയുടെ ടയർ ഞാൻ പഞ്ചറാക്കിയേക്കാം. എടാ കൊച്ചു ചെറുക്ക, ഇതൊന്നും സാധാരണ ടയേഴ്സ് അല്ല. ഈ ടയേഴ്സിന് ആർക്കും ഒരിക്കലും പഞ്ചറാക്കാൻ കഴിയില്ല. തുരുത്തു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്തിട്ട് പറന്നങ്ങ് പോകും. അവൻ എന്റെ വണ്ടി വിടാതെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഡിക്കി ഡിസ്പോസ് ചെയ്തേ മതിയാകൂ. കീക്കോ, ആ കിഡ്നാപ്പറുടെ കാറ് രണ്ടായിട്ട് ഡിവൈഡ് ആയി പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? താനിയ ചേച്ചി ഡിക്കിക്കകത്താണുള്ളത്. നീ ആ ഡിക്കിയുള്ള ഭാഗം ഫോളോ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 12 അപ്ലൈ ചെയ്യേ. ആ കാറിന്റെ ഡിക്കിക്കകത്തേക്ക് ചെല്ല്. ഓക്കെ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 12. കീക്കോ, എനിക്ക് കിഡ്നാപ്പർ ഫോൺ ചെയ്തിരുന്നു. അയാൾ എന്നോട് 2 മണിക്കൂറിനുള്ളിൽ ഒരുപാട് കാശ് ചോദിച്ചിട്ടുണ്ട്. റാൻസം കിട്ടിയാൽ മാത്രമേ അവൻ താനിയെ വിടുള്ളത്രേ. നിങ്ങൾ ഈ പണം കൊണ്ടുപോയി കിഡ്നാപ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പ്ലാന്റില് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? സോറി മാൻ, ഇപ്പൊ എന്റെ മോളുടെ ജീവൻ രക്ഷിക്കുന്നതാണ് എനിക്ക് വളരെ പ്രധാനമായി തോന്നുന്നത്. അയ്യോ കീക്കോ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അല്ലെങ്കിൽ ആ സോളാർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. വേണ്ട മേത്ത അങ്കിൾ,
മറ്റുള്ളവരുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നത് തെറ്റാണ്. യെസ് യെസ്, അത് റോങ്ങിനെക്കാളും വളരെ വലിയ റോങ് ആണ്. വെരി വെരി റോങ്. ഏതായാലും ഞാനിത് അല്പം കഴിച്ചോട്ടെ. ഡോണ്ട് വറി അങ്കിൾ, ഞാനും കീക്കോയും 2 മണിക്കൂറിനുള്ളിൽ കിഡ്നാപ്പറുടെ താവളം കണ്ടുപിടിക്കുന്നതാണ്. എന്നിട്ട് താനിയെയും രക്ഷിച്ചിരിക്കും. ഞാനൊരു വേഗത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, പക്ഷേ താനിയുമാണ് നമ്മളെങ്ങനെ രക്ഷിക്കും കീക്കോ? നമുക്ക് ആ കിഡ്നാപ്പറെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. നമുക്കിപ്പോ കിഡ്നാപ്പറെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം നന്നായി അറിയാം, അതിലൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഫാസ്റ്റ് ഡ്രൈവർ ആണെന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അയാൾ തീർച്ചയായും കാർ റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരിക്കും. കാർ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ മെമ്പറായി മാറണം. അതിനെ 2 വാക്കിൽ പറയണമെങ്കിൽ റേസിംഗ് ക്ലബ്. സാർ, താനിയ മേഡത്തിന്റെ ഈ ഫ്രണ്ട്സിനെ ലഗേജുമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടതാണ്. കുട്ടികളെ, നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നു? അത് പിന്നെ ഞാൻ ഒന്നുമില്ല അങ്കിൾ, ഞങ്ങൾ വെറുതെ ചുമ്മാ. പ്ലീസ് ചേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവായി ഞങ്ങളോട് പറയേ. താനിയ ചേച്ചിയെ കണ്ടെത്താൻ അത് വളരെ ഈസി ആയിരിക്കും. എന്നാ ശരി, ഞാൻ എല്ലാ കാര്യവും പറയാം. ആക്ച്വലി താനിയ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഒരു ട്രിപ്പിന് പോകാൻ റെഡിയാവുകയായിരുന്നു. പക്ഷെ അങ്കിൾ സെക്യൂരിറ്റി ഇല്ലാതെ അവളെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ല. അതുകൊണ്ട് അവള് രഹസ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് താനിയ ചേച്ചി ആ ഡ്രോണിനെ അയച്ച് ഞങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചത്. ഒരു ചാൻസ് കിട്ടിയപ്പോ അവിടുന്ന് എസ്കേപ്പ് ആയി. പിന്നെ പോകുന്ന വഴിക്ക് അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയതാ. എന്നാ ശരി, നിങ്ങൾ എല്ലാവരും താനിയ ചേച്ചിയെ കണ്ടില്ലേ? അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? താനിയ ചേച്ചി ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയോ? ഞങ്ങൾ ദിവസവും കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിട്ട് താനിയെ കാണാൻ പോവാറുണ്ട്. കൂടെ അവളുടെ ഗാർഡ്സും വരുമായിരുന്നു. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് അത് പിന്നെ അതെ, ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അയാള് ദിവസവും വൈകുന്നേരം കറക്റ്റ് സമയത്ത് തന്നെ എത്തും. താനിയെ പറഞ്ഞ സമയത്ത് അയാളും വരും. നിങ്ങൾ എപ്പോഴെങ്കിലും അയാളുമായി സംസാരിച്ചിട്ടുണ്ടോ? അയാളുടെ പേരോ ഫോട്ടോഗ്രാഫോ മറ്റോ ഉണ്ടോ? അയാൾ ഇതുവരെ ഞങ്ങൾ ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ദൂരെ നിന്നിട്ട് അയാൾ രഹസ്യമായിട്ട് താനിയെ വാച്ച് ചെയ്തോണ്ടിരിക്കുമായിരുന്നു. എന്റെ കൈവശം ഫോട്ടോയും ഉണ്ട്. ദേ ഇത് കണ്ടോ? ഒരു പ്രാവശ്യം ഞങ്ങൾ സെൽഫി എടുക്കായിരുന്നു. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ അവനുമുണ്ട്. ആ കിഡ്നാപ്പർ ഈഗിൾ റേസിംഗ് ക്ലബിന്റെ ക്യാപ്പാ ധരിച്ചിരിക്കുന്നേ. സൂപ്പർ സ്പീഡോ, ലെറ്റ്സ് ഗോ. ഈഗിൾ റേസിംഗ് ക്ലബിലേക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. വെരി ഗുഡ് കീക്കോ, ഞാൻ വേറെയും ചില ഗാർഡ്സിനെ നിന്റെ പുറകെ അയക്കാം. പാർട്ട്ണർ, എനിക്ക് തോന്നുന്നത് നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നീ നോക്കിയാലോ? പറഞ്ഞത് ശരിയാ സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 29 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 29. താനിയ ചേച്ചി അവരെല്ലാരും ചേർന്ന് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. സൂപ്പർ സ്പീഡോ, നീ ഇവിടെ തന്നെ നിക്ക്. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ കിക്കോ, നീ ഇവിടം വരെ എത്തി. പക്ഷെ നീ ഒരിക്കലും തിരിച്ചു പോവില്ല. ഞാൻ തീർച്ചയായും പോവും. പോകുമ്പോ കൂടെ താനിയ ചേച്ചിയും സേഫ് ആയിട്ട് കൊണ്ടുപോകും. ഞാൻ അവസാനമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് താനിയ ചേച്ചിയെ വിട്ടേക്ക്. അവളുടെ കാര്യം വിട്ടേക്ക്. നീ നിന്നെ കുറിച്ച് ആലോചിക്ക്. ഇന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല കിക്കോ.
സൂപ്പർ സ്പീഡോ, കിഡ്നാപ്പർ താനിയ ചേച്ചിയും കൊണ്ട് ബാക്ക് സൈഡിലൂടെ എസ്കേപ്പ് ആയിരിക്കാ. വേഗം അവനെ ഫോളോ ചെയ്യേ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 138. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 138. തുരുത്തു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്തിട്ട് പറന്നങ്ങ് പോകും. തുരുത്തു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്തിട്ട് പറന്നങ്ങ് പോകും. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിങ്ങളുടെ സോളാർ പ്ലാന്റിലേക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Thank you very much, Mehta ji.